മത്സരിക്കണമെന്നുള്ളതില്ല, അത് വ്യക്തിനിഷ്ഠമാണ് മത്സരിക്കുന്നത്. ഞാൻ ചോദിച്ചേ, ഈ അധികാരം ഒരു ലഹരിയായി കൊണ്ട് നടക്കുന്നവരുണ്ട്. പണ്ടത്തെ രാഷ്ട്രീയം അങ്ങോട്ട് കൊടുക്കുന്നവരുടേതായിരുന്നു. ഞാനിതൊക്കെ ചെയ്തു, എനിക്ക് ഇന്നെ തിരിച്ചു തരണം, എനിക്ക് സ്ഥാനാർത്ഥിത്വം തരണം, എനിക്കല്ലെങ്കിൽ പോസ്റ്റ് തരണം, അല്ല എന്നെ ഇല്ല കമ്മിറ്റിയിലേക്ക് നോമിനേറ്റ് ചെയ്യണം, ഇങ്ങനെ ആവശ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ ലാഞ്ചന കാണുകയാണ്, ആ സൂചന കാണുകയാണ്. അത് ജനാധിപത്യത്തിന് നല്ലതല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പാർട്ടിക്ക് ആവശ്യമുള്ള ഏത് കാര്യത്തിനും എൻ്റെ പ്രൊഫഷനോ എൻ്റെ എഴുത്തോ ഒന്നും ബാധകമല്ല, ഞാൻ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് റിട്ടയർ ചെയ്യില്ല. സുവർണാവസരം എന്ന താങ്കളുടെ പ്രസ്താവനയുടെ ഒരു വിശദീകരണം എന്ന രീതിയിലാണോ പുസ്തകത്തിന് ശബരിമല സമരവും സുവർണാവസരവും? തീർച്ചയായിട്ടും. അന്നത്തെ ഈ അനീതിയെ സംബന്ധിച്ച് സുവർണാവസരം ഇപ്പോഴും ചർച്ച ചെയ്യല്ലേ. ഈയിടെയുള്ള ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ച വന്നപ്പം എല്ലാ ചാനലുകളും ചർച്ച ഈ സുവർണാവസരമാണ് പറയുന്നത്. സുവർണാവസരം എന്ന പദം നല്ല പദമാണ്. സുവർണാവസരം എന്ന പദത്തെ നിങ്ങൾ വാസ്തവത്തിൽ അപമാനിക്കരുത്. ആ പദം എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതാണ്. അത് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല പ്രോപ്പർ വേർഡാണ്. അതിന് പറഞ്ഞ് ഞാനെന്താ പറയുക, പാർട്ടിക്കാരോട് പറയുമ്പോൾ. അപ്പോൾ കിട്ടിയ അവസരത്തെ, വെല്ലുവിളികളെ അവസരമാക്കി മാറ്റുന്നതാണ് രാഷ്ട്രീയം. ആണോ? ആണ്. അതുപോലെ തന്നെ പൊളിറ്റിക്സ് ഈസ് ആൻ ആർട്ട്, ഒരു കലയാണ്.